നമസ്കാരം, ഭാരത് ലൈവിലേക്ക് വീണ്ടും പ്രശാന്ത് ജി. നമസ്കാരം. ഇന്നലെ ഏറെ സന്തോഷമുള്ള ഒരു ദിനം, എല്ലാവർക്കുമല്ല, പക്ഷേ താമരകൾ വിരിയും എന്ന് പറഞ്ഞു. താമരകൾ വിരിഞ്ഞു, എണ്ണത്തിൽ കുറഞ്ഞു. രണ്ടിടത്ത് പുതുതായിട്ട് താമര വിരിഞ്ഞു. നേമത്തെ വീണ്ടും താമര വിരിഞ്ഞു. അതെ, അവിടെ താമരയുടെ തൈയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ വിത്തുകൾ ഉണങ്ങിക്കിടക്കുകയായിരുന്നു. അതിന് കൃത്യമായിട്ട് അതിന് വെള്ളവും വളവും നൽകേണ്ട ആള് ചെന്നപ്പോൾ അത് മെയ് 4-ാം തീയതി വിരിഞ്ഞു. ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം ഘടകകക്ഷികളാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. BDJS-ഉം 2020 22 സീറ്റല്ലേ BDJS-ന് കൊടുത്തത്. ഞാൻ കൃത്യമായിട്ട് 19 സീറ്റ്. ഇത്രയും സീറ്റുകൾ കൊടുത്തൊരു പരീക്ഷണത്തിന് കാരണം ഇതൊരു ഭരണവിരുദ്ധ വികാര തരംഗമായിരുന്നു. ഈ തരംഗത്തിൽപ്പെട്ട് നേരെ സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഈ തരംഗം അടിച്ചപ്പോൾ ആ ചുഴലിക്കാറ്റിൽ AKAntony പറഞ്ഞ അനുസരിച്ച് നോക്കിയാൽ ആ ചുഴലിക്കാറ്റിൽപ്പെട്ട് ആദ്യം എത്തിയത് UDF ആണ്. NDA തൊട്ട് പിന്നാലെയും എത്തിയിട്ടുണ്ട് പ്രതിപക്ഷമായിട്ട്. നിയമസഭയിൽ ആക്റ്റീവായ പ്രതിപക്ഷം ഇനി LDF ആയിരിക്കുമോ അതോ BJPയുടെ 3 സ്ഥാനാർത്ഥികളായിരിക്കുമോ എന്നത് അടുത്ത ചോദ്യം. പിന്നെ ഒരു കാര്യം, 1000 കോഴിക്ക് അരക്കാട മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒന്ന് തന്നെ ധാരാളമല്ലേ എന്നൊരു ചോദ്യവും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം ഇനി കണ്ടറിയേണ്ടതാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ എങ്ങനെയാണ് നമുക്ക് ഇവരെങ്ങനെയായിരിക്കും ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക? അല്ല, ഇത് ഒരു വലിയ വിഷയം. ഇവിടുത്തെ BJPയുടെ ഈ വിജയം, 3 സീറ്റുകളിലെ വിജയം ആധികാരികമായ വിജയം തന്നെ, സംശയമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഒരു UDF അനുകൂല തരംഗമായി മാറി. ആ തരംഗത്തിനിടയിലും, ആ വിരുദ്ധ വികാരം തരംഗമായി മാറുന്നതിനിടയിലും BJP പിടിച്ചു നിന്നു എന്നുള്ളതാണ്. സത്യത്തിൽ LDF തകർന്നുപോയി, CPM തകർന്നുപോയി. 13 മന്ത്രിമാരാണ് തൊപ്പിയിട്ടത്. പക്ഷെ അവിടെ BJP പിടിച്ചു നിന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ. താങ്കൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ തുടക്കം തൊട്ട് ഈ 3 മണ്ഡലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? പിന്നെ എനിക്ക് ചില പ്രതീക്ഷകളുണ്ടായിരുന്നത് ചിറയൻകീഴ്, വർക്കലയൊക്കെ BJP ചിലപ്പോൾ കയറി വരാം. പക്ഷെ അവിടെ ഒന്നും വിചാരിച്ചതുപോലത്തെ പെർഫോമൻസ് നടത്തിയില്ല. അതിന് കാരണം ഈ തരംഗം തന്നെയാണ്. കാരണം ജനങ്ങൾ വളരെ കൃത്യമായിട്ട് നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു, വളരെ നേരത്തെ തന്നെ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് അവർ തീരുമാനിച്ചു, ഇനി ഈ LDFൻ്റെ ഭരണം വേണ്ട, പിണറായി വിജയൻ്റെ ഭരണം വേണ്ട എന്ന് വോട്ടർമാർ തീരുമാനിച്ചു. അവർക്ക് ഓപ്ഷനും ഇല്ലായിരുന്നു. അവർക്ക് അവരുടെ മുന്നിൽ ഒറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നു, അവിടെയാണ് BJP പാളിപ്പോയത്. BJP എന്താണ് ചെയ്യുക? BJP എന്തുകൊണ്ട് പാളിപ്പോയി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. BJPക്കാർ ഇപ്പോഴും തിരിച്ചറിയാതെ അവർ വലിയ ആഹ്ലാദം, BJPക്കാരും സംഘപരിവാർ മുഴുവനും ആഘോഷിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊന്നും തുറക്കാൻ വയ്യ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൗൺസിലർമാരും BJP പ്രവർത്തകരും എല്ലാം അങ്ങ് പോസ്റ്റുകളിലിട്ട് അർമാദിക്കുക. പ്രതിപക്ഷം എന്നാൽ നിയമസഭയിലെ പ്രതിപക്ഷമാണെന്നാണ് ഇപ്പോഴുള്ള ധാരണ. അല്ല, അവരുടെ ധാരണ അതെ, അത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാകും കുറച്ചൊന്ന് കാര്യങ്ങൾ പരിശോധിച്ചാൽ. ഇവിടെ ഈ LDFൻ്റെ ഈ ജനദ്രോഹ നയങ്ങളെ സത്യത്തിൽ ഇവിടെ ആരാണ് എതിരിട്ടത്? അതിനെതിരെ പ്രതിഷേധിക്കാൻ ഇപ്പം നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിക്കാൻ ഒരുപോലെ അവസരമുള്ളത് UDF-നാണ്, കോൺഗ്രസ്സിനാണ്. അവർ കാര്യമായ എന്തെങ്കിലും സമരം അവർ നടത്തിയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ പാർലമെൻറ്റിൽ പോയി അവിടെ ചെന്ന് സ്വർണം കട്ടതാരപ്പ, ഞങ്ങളാണേ അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് പാടി പാരഡിയൊക്കെ ഉണ്ടാക്കി. അത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി സന്തോഷിപ്പിക്കാൻ അതെല്ലാം അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ആത്യന്തികമായിട്ട് ഒരു ശക്തമായ പ്രതിഷേധ സമരം UDF-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഒരു വിഷയത്തിലും. അത് ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഞാൻ സമയപരിമിതി കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. എത്രയോ ജനവിരുദ്ധ ജനദ്രോഹ നടപടികൾ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനെ ഒന്നും ഈ പറയുന്നത് പോലെ, നേരെ മറിച്ച് UDF ആണ് ഭരിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ തെരുവുകൾ കത്തിക്കും LDF. CPM-ഉം DYFI-യും ഇനിയിപ്പോൾ കണ്ടോളൂ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ തെരുവുകൾ ഈ എന്താ പറയുക, ചോരപ്പുഴ ഒഴുക്കുന്ന തരത്തിൽ സമരങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് LDF, CPM, DYFI ഒക്കെ അതിനെ എത്തിക്കും. പക്ഷേ
യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാരും എത്ര സമരം ചെയ്തു, എന്തെല്ലാം തരത്തിലുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ. രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ ഒരു ചെറുപ്പക്കാരൻ്റെ തലയ്ക്ക് ചെടിച്ചട്ടി എടുത്ത് അടിക്കുന്ന പോലീസുകാർ, ഗൺമാൻ, അല്ലേ? ഇതെല്ലാം കേരളം കണ്ടതാണ്. എന്നിട്ട് പോലും അതിനെതിരെ എത്ര സമരമാണ് ചെയ്തത്. ഞാൻ പറഞ്ഞ ഫേസ്ബുക്കിലിരുന്ന് തള്ളിൻ്റെ ഫലം ഞാൻ പറയാം, അത് വരുന്നു. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ വേറൊരു ഓപ്ഷനില്ല. കാരണം 42 എം എൽ എമാരെയും കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുന്നണി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ജനം അറിഞ്ഞു വോട്ട് ചെയ്തു. അവർക്ക് വേറെ വഴിയില്ല അവരുടെ മുന്നിൽ. അങ്ങനെ അറിഞ്ഞ് വോട്ട് ചെയ്തപ്പോൾ മൂന്നാമതൊരു കക്ഷി കൂടി ഇവിടെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാൻ BJP സാധിച്ചു. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുള്ള പ്രചാരണ തന്ത്രങ്ങളിലൂടെയും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം ബദൽ ഇവിടെ കേരളത്തിൽ ഉണ്ട് എന്ന ഒരു തോന്നൽ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ശക്തമായ സഭയ്ക്കകത്ത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ സഭയ്ക്ക് പുറത്ത് ചെയ്യാമല്ലോ. സഭയ്ക്ക് പുറത്ത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ അതിനവർ പറഞ്ഞ ന്യായം എന്താണെന്ന് അറിയാമോ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJP കാര്യമായ ഒരു പ്രതിഷേധവും ഉയർത്തുന്നില്ല. അപ്പോൾ ഞാനൊരു BJP നേതാവിനോട് ഇതേക്കുറിച്ച്, ഞാൻ ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് സംസാരിച്ചൊരു വിഷയമാക്കണ്ട, ഇനി നമ്മളായിട്ട് അവരുടെ കിട്ടാനുള്ള വോട്ട് തടഞ്ഞു എന്ന ആക്ഷേപം കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാതിരുന്നത്. ഒരു BJP നേതാവിനോട് സംസാരിച്ചപ്പം അദ്ദേഹം വളരെ ലാഘവ ബുദ്ധിയോടെ എൻ്റെ അടുത്ത് പറയുകയാണ്, നമ്മളത് സമരം ചെയ്താൽ അതിൻ്റെ ഗുണം കിട്ടുക UDFനല്ലേ. അതെ, നോക്കൂ, നമ്മൾ ചെയ്യുന്ന സമരത്തിൻ്റെ ഫലം UDFന് പോകുമെന്ന മുൻവിധിയോടുകൂടി ഈ കാര്യത്തെ സമീപിച്ച BJP നേതാക്കളെ നമ്മൾ എന്താണ് പറയേണ്ടത്? ആത്മവിശ്വാസമില്ലാത്ത തന്ത്രങ്ങൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ അറിഞ്ഞുകൂടാത്ത, സ്വന്തം ഐഡന്റിറ്റി അറിയാത്ത, സ്വന്തം അസ്തിത്വം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി BJP മാറിയോ കേരളത്തിൽ? എനിക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് പ്രതികരിക്കുന്നതിനും ഇവിടെ അതാണ് BJPയെ ജനം, ഈ BJP വലിയ പ്രചാരണ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ ജനം അത് മൈൻഡ് ചെയ്തില്ല. അത് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് മധ്യ കേരളത്തിൽ വളരെ കൃത്യമായിട്ട് കാണാം. എന്തിന് സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂരിൽ പോലും നമുക്കത് കാണാം. ഒറ്റ മണ്ഡലത്തിൽ അവിടെ BJP 6 മണ്ഡലത്തിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തതാണ്. ഒരു മണ്ഡലം, ഞാൻ തൃശ്ശൂരെങ്കിലും BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചു. ഒന്നും സംഭവിച്ചില്ല. എന്ന് മാത്രമല്ല, വളരെ ദയനീയമായിട്ട് 3-ം സ്ഥാനത്താകുകയും ചെയ്തു, അല്ലേ? തൃശ്ശൂരിൽ വളരെ ദയനീയമായിരുന്നു. ഇതിന് ആരാണ് ഉത്തരവാദി? ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത്? അതുപോലെ തന്നെ നമ്മൾ മധ്യ കേരളത്തിലേക്ക് വന്നാൽ എറണാകുളം, ഇടുക്കി, കോട്ടയം UDF തൂത്തുവാരി കൊണ്ടുപോയി. എന്താ കാര്യം? ഈ 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് അനാവശ്യമായ പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശമുണ്ടോ എന്ന് പാർട്ടി പ്രവർത്തകർ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതൊരു ഒരു പരിധിവരെ പ്രതിപക്ഷം ആരോപിക്കുന്ന CPM BJP ഡീലിന് അത് സഹായകരമല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പം ഞാൻ പറയുന്ന BJP ഈ കാര്യത്തിൽ വളരെ അലസത, വളരെ ഉദാസീനത, വളരെ എന്താ പറയുക, മണ്ടൻ തീരുമാനങ്ങൾ ഒക്കെ എടുത്താണ് BJP മുന്നോട്ട് പോയത്. പക്ഷേ ജനം മണ്ടന്മാരല്ല, വോട്ടർമാർക്ക് ബുദ്ധിയുണ്ട്. അവരതുകൊണ്ട് വളരെ കൃത്യമായിട്ട് BJPയെ ഒഴിവാക്കി അവിടെ വളരെ കൃത്യമായിട്ട് മുഖ്യ പ്രതിപക്ഷമായ ആരാണോ അവരെ നിങ്ങൾ നോക്കൂ. മലബാറിൽ മുസ്ലിം വോട്ട് ഒരു നിർണായക ശക്തിയാണ്. മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ട് നിർണായക ശക്തിയാണ്. ഇത് രണ്ടും UDFന് അനുകൂലമായിരുന്നു. തെക്കൻ കേരളത്തിലോ? തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളാണ്. തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്നത് LDF ആണ്. പക്ഷെ ഇക്കുറി നോക്കൂ, LDFനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് UDF കയറിയത്. അവിടെ ഈഴവ നായർ വോട്ട് ബാങ്ക് UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു. ആലപ്പുഴ അടക്കം UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു. BJPക്ക് അവിടെ ഒന്നും പറയാനില്ല. BJPയുടെ വോട്ട് ശതമാനം തന്നെ 14% താഴെ നിൽക്കുകയാണ്. BDJS വിടൂ, ഞാൻ പറഞ്ഞ BJP എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഈ 2020ക്കും BDJSനൊന്നും ഞാൻ യാതൊരു പ്രാധാന്യം ഇവിടെ കാണുന്നില്ല. അവർക്ക് എന്തെങ്കിലും അസ്തിത്വം ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ BJPയാണ്. BJPയുടെ വോട്ട് നമുക്ക് BJP എന്ന് തന്നെ പറയാം. 14% എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. ഈ മധ്യ കേരളത്തിലും മലബാറിലും BJP വലിയ തകർച്ചയാണ് നേരിട്ടത്. ഏതാനും വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ചേശ്വരം ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും BJPയിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത് സുരേന്ദ്രനാണ്.
അവിടെ നമ്മൾ കാണേണ്ട കാഴ്ച LDF 40,000 വോട്ടുണ്ടായിരുന്ന LDF 21,000 വോട്ടിലേക്ക് ചുരുങ്ങുകയും ആ വോട്ട് അത്രയും ലീഗിന് കൊടുക്കുകയും ചെയ്തു. വലിയ ക്രോസ് വോട്ടിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ കാസർഗോഡ്, പാലക്കാട് ശോഭാ സുരേന്ദ്രന് വലിയ വീഴ്ചയുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും BJPക്ക് ഉള്ളിൽ ആഭ്യന്തരമായ അന്വേഷണം നടത്തണം. ശോഭയ്ക്ക് ആരാണ് പാര വെച്ചത്, ആരാണ് പാലം വലിച്ചത് എന്ന്. ശോഭയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ കാണിച്ച മണ്ടത്തരം പാലക്കാട് മണ്ഡലം സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് ആലപ്പുഴ നിന്ന് അവർ കരുത്ത് തെളിയിച്ച ആളാണ്. ആലപ്പുഴയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അവർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ജയിച്ചു പോയേനെ. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അല്ല, ആറ്റിങ്ങൽ സംവരണ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിച്ച് ശക്തി തെളിയിച്ചു. അല്ല, അതിനുശേഷം ആലപ്പുഴ മത്സരിച്ചു കൂട്ടിയല്ലോ. അവർക്ക് വട്ടിയൂർക്കാവിൽ നിന്നെങ്കിലും നല്ല തീരുമാനമായിരുന്നു. വർക്കല നിന്നാലും നല്ല തീരുമാനമാണത്. പക്ഷെ ഇതൊന്നും ത്രികോണ മത്സരമാണെന്ന് അവിടെ LDFും UDFും തമ്മിൽ തന്നെയായിരുന്നു മത്സരം. അല്ല, വട്ടിയൂർക്കാവിൽ നമുക്ക് വോട്ടെണ്ണുമ്പോഴേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി അവിടെ ഉണ്ടായിരുന്നു. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ വട്ടിയൂർക്കാവല്ല നമ്മുടെ വിഷയം. ഈ ഒരു UDF തരംഗത്തെ അതിജീവിക്കാൻ 3 സ്ഥലത്ത് കഴിഞ്ഞു. അത് നിയമം പരമ്പരാഗതമായിട്ട് BJPക്കുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് കുറ്റം വേറൊന്നും പ്രത്യേകിച്ച് ബേസ് ഉള്ള സ്ഥലമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരല്ല ആര് മത്സരിച്ചാലും ജയിക്കും. കഴിഞ്ഞ തവണ K മുരളീധരൻ വന്ന് കുറച്ച് നിഷ്പക്ഷ വോട്ടുകൾ പിടിച്ചെടുത്തപ്പോൾ കുമ്മനം രാജശേഖരന് വോട്ട് കുറഞ്ഞു, അദ്ദേഹം തോറ്റു. അതേസമയം കഴക്കൂട്ടത്തെ വിജയം അത് തീർച്ചയായിട്ടും മോശപ്പെട്ട വിജയമല്ല. V മുരളീധരൻ കാലങ്ങളായിട്ട് പണിയെടുത്തുണ്ടാക്കിയ അതുപോലെ അതിനേക്കാൾ പ്രാധാന്യം ഞാൻ കാണുന്നത് ചാത്തന്നൂരാണ്. കാരണം ചാത്തന്നൂരിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് BV ഗോപകുമാർ അവിടെ നിന്ന് പയറ്റുകയും തോറ്റിട്ടും ആ മണ്ഡലം ഉപേക്ഷിച്ച് പോകാതെ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത വിജയം. പ്രചരണത്തിന് ഫണ്ട് പോലും കൊടുത്തില്ല. അതെ, പ്രചരണത്തിന് അദ്ദേഹത്തിന് ഫണ്ട് പോലും കാര്യമായിട്ട് കിട്ടിയില്ല. അല്ലല്ല, ഫണ്ടൊക്കെ ഇവിടെ നിന്ന് കൊടുത്തു, പക്ഷെ അവിടെ എത്തിയില്ല. BJP അന്വേഷിക്കട്ടെ. നമ്മൾ കേട്ട കഥകൾ, മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കേട്ട കഥകൾ ഇതൊക്കെ. കൊല്ലത്തിനപ്പുറം ഇത്തരം സ്ഥാനാർത്ഥിയുടെ പ്രചരണ റീലുകൾ പോലും പോയിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ BJPയെ കുറിച്ച് പറയാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. BJP നേതാക്കൾ തന്നെ പലരും അത് പുറത്തുവിടും. BJP സംസ്ഥാന അധ്യക്ഷന് നേരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരാൻ സാധ്യതയുണ്ട്. അതൊക്കെ വരുന്നെങ്കിൽ വരട്ടെ, നമുക്കൊന്നും പറയാനില്ല. അല്ല, ചാത്തന്നൂർ മാത്രമല്ലെന്നേ, ഇവിടെ എൻ്റെ നോട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരന് നേമത്ത് മാത്രം ജയിച്ചാൽ മതിയോ? പിന്നെ V മുരളീധരൻ ഇത്തവണ സംസ്ഥാന അധ്യക്ഷനോ സംസ്ഥാന ചുമതലയിലോ ഇല്ല. അദ്ദേഹത്തിന് കഴക്കൂട്ടത്ത് എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ജയിക്കുക. അത് അദ്ദേഹം V ജോയ് LDFിന്റെ സ്ഥാനാർത്ഥിയെ വർക്കലയിലേക്ക് പോയപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു, ഒഴിഞ്ഞു. അവിടെ മറ്റൊരാളെ ഏൽപ്പിച്ചു. അതേ മാന്യത രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കാണിച്ചില്ല. താൽക്കാലികമായിട്ടെങ്കിലും ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളിനെ നിയോഗിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണമായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്, നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, BJPയുടെ ഈ 3 സീറ്റുകളിലെ വിജയം ആധികാരികമായ വിജയമാണ്. BJPക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. BJP വളരും, അത് എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് BJP വലിയ പ്രതിരോധത്തിലാണ്. ഈ 3 സീറ്റ് കിട്ടി, ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കാൻ വരട്ടെ. വരാൻ പോകുന്നത് UDFിൻ്റെ ഭരണമാണ്. UDFിനെ നിങ്ങൾ കുറച്ച് കാണരുത്. LDFിനെ പോലെ അല്ല. UDF തീർച്ചയായിട്ടും 10 വർഷം ഭരണത്തിലിരുന്ന പിണറായിയെ ആടപടലം തകർത്തുകൊണ്ടാണ് UDF കയറി വന്നത്. UDFിനകത്ത് ബുദ്ധിമാന്മാരുടെ എണ്ണം കൂടുതലാണ്. അവരെ ഒട്ടും കുറച്ച് കാണരുത്. BJP ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് സഭയ്ക്കുള്ളിൽ 3 പേരുണ്ടെങ്കിൽ സഭയ്ക്ക് പുറത്ത് അനേകം ആൾക്കാർ, ഞാൻ സംഖ്യയൊന്നും പറയുന്നില്ല, ഒരു പക്ഷേ LDFിന് അണിനിരത്താൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ, പ്രത്യേകിച്ചും വനിതാ ശക്തിയെ, സ്ത്രീ ശക്തിയെ റോഡിലേക്ക് ഇറക്കാൻ കഴിയുന്നത് BJPക്കാണ്. ആ BJP തീർച്ചയായിട്ടും അതിൻ്റെ ആ പഴയ ആ സമരോത്സുകമായ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് BJP മടങ്ങി വരണം. അല്ലാതെ ഞങ്ങൾ വികസിത കേരളം, അപ്പുറത്ത് വർഗീയതയാണ് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയും SDPIയും ഒക്കെ പറഞ്ഞ വർഗീയതയ്ക്ക് 2 മുന്നണികളും കൊടപിടിക്കുമ്പോൾ ഇപ്പുറത്ത് BJP വികസിത കേരളം, ശബരിമല അയ്യപ്പൻ്റെ സർവ്വതും കട്ടുമുടിച്ചു കൊണ്ടുപോയി. അപ്പോഴും വികസിത കേരളം
വികസനം തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ അത് ആരുടെ വികസനം? ഈ പറഞ്ഞതുപോലെ LDF ഉം UDF ഉം മാറി മാറി ഭരിച്ച് കേരളത്തെ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ? ഈ പറഞ്ഞ ഈ വർഗീയ കൂട്ടുകെട്ടുകൾ, ഈ ഇടത് ഒരു ചർച്ചയിൽ നമ്മുടെ ഒരു ഗസ്റ്റ് പറഞ്ഞതുപോലെ ഇടതു വർഗീയ മുന്നണിയും വലതു വർഗീയ മുന്നണിയും, അവർ പറയുമ്പോൾ അത് വർഗീയതയല്ല. അതായത് മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തിനോ പിന്നെ UDFനോ വോട്ട് ചെയ്താൽ അത് മതേതര ജനാധിപത്യ വോട്ട്. അതേ മുസ്ലിം BJPക്ക് വോട്ട് ചെയ്താൽ അത് വർഗീയ വോട്ട്. ഒരു ഹിന്ദു ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ വോട്ട് ചെയ്താൽ അത് ജനാധിപത്യ മതേതര വോട്ട്. തിരികെ അത് BJPക്ക് വോട്ട് ചെയ്താൽ അത് വർഗീയ വോട്ട്. ഇതാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നരേറ്റീവ്. ഇതാണ്. ആ നരേറ്റീവിനെ പൊളിച്ചെടുക്കാനുള്ള കരുത്താണ് BJPക്ക് വേണ്ടത്. അതിനെ പൊളിച്ചെടുക്കാനുള്ള പ്രചാരണ തന്ത്രങ്ങളാണ് BJP. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ BJPയുടെ ഒരു എല്ലാ ദിവസമുള്ള ലൈഫ് ഈ 3 MLA-മാരെ. അതെ, തീർച്ചയായിട്ടും. ഈ അല്ല 3 MLA-മാരിൽ മാത്രമല്ലെന്നേ, ഇവരാണ് നിയമസഭയിൽ. അതാണ് ഞാൻ പറഞ്ഞത്. സഭയ്ക്കുള്ളിൽ ഈ 3 പേര്, സഭയ്ക്ക് പുറത്ത് നയിക്കേണ്ടത് ഒരു 3 ലക്ഷം പേരെ തിരുവനന്തപുരം നഗരത്തിൽ അണിനിരത്താൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് BJP. ആ BJP-യാണ് ഞങ്ങൾ ഈ വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങൾ ഇത്തരം സമരങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞത്. അതായത് വിയർക്കാൻ വയ്യ, അധ്വാനിക്കാൻ വയ്യ. AC-ക്കുള്ളിൽ ഇരുന്ന് ഫേസ്ബുക്കിലൂടെ തള്ളിയാൽ വോട്ടാകില്ല. സോഷ്യൽ മീഡിയയിലൂടെ തള്ളിയ നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ കൂടെ വളർന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. തെറ്റാണ്. നരേന്ദ്രമോദി 1980-കൾ മുതൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ മുനിസിപ്പാലിറ്റിയിൽ പോസ്റ്റർ ഒട്ടിച്ച് വളർന്നു തുടങ്ങിയ ആളാണ്. RSSൻ്റെ പ്രചാരകൻ BJPയിലേക്ക് വന്നപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യേണ്ട എല്ലാ ജോലിയും ചെയ്ത് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നയാളാണ്. അന്ന് സോഷ്യൽ മീഡിയ അല്ല, ബൂത്ത് ലെവലിലെ പ്രവർത്തനം നടത്തി വളർന്നു വന്നയാളാണ് അദ്ദേഹം. 2012-ന് ശേഷമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടിരുന്ന് 10 വർഷം തികച്ചതിന് ശേഷം ഗുജറാത്തിൽ അദ്ദേഹം വികസനം മുഴുവനും നടത്തി അദ്ദേഹം വിജയിച്ചതിന് ശേഷം അതാണ് അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തത്. അതിനെക്കുറിച്ചാണ് പ്രചരിപ്പിച്ചത്. അല്ലാതെ വെറുതെ വന്ന് ഫേസ്ബുക്കിലൂടെ തള്ളുകയല്ല ചെയ്തത്. അദ്ദേഹം ട്വിറ്ററിലൂടെ വന്ന് തള്ളുകയല്ല ചെയ്തത്. സോഷ്യൽ മീഡിയയിലെ തള്ളല്ല നരേന്ദ്രമോദി. മറിച്ച് നരേന്ദ്രമോദി കൃത്യമായിട്ടും അധ്വാനിച്ച് റിസൾട്ട് ഉണ്ടാക്കിയതിന് ശേഷം ആ റിസൾട്ടുമായിട്ടാണ് ജനങ്ങളുടെ മുന്നിലെത്തിയത്. അതുകൊണ്ടാണ് ജനം അദ്ദേഹത്തെ സ്വീകരിച്ചത്. BJPയുടെ സംസ്ഥാന കമ്മിറ്റി മാരാജി ഭവനിൽ ഇപ്പോൾ തിരക്ക് തുടങ്ങി. എന്താണെന്നറിയാവോ? ഈ 3 MLA-മാരുടെ PR ചെയ്യാനുള്ള ഏജൻസികളുടെ തിരക്കാണ്. അതായത് ഇടത് വലത് പക്ഷമില്ലാതെയുള്ള ഇടത് വലത് പക്ഷത്തിന്റെ പ്രതികളാണ് കഴിഞ്ഞ BJPയുടെ ഇലക്ഷൻ വർക്കിന്റെ PR വർക്കുകൾ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട PR വർക്കുകൾ ധാരാളം കൊടുത്തത് ഇടതുപക്ഷ ദേശവിരുദ്ധ രാജ്യവിരുദ്ധ വർഗീയ വിഷം വമിപ്പിക്കുന്ന ചില ജേർണലിസ്റ്റുകൾക്കാണ്. അത് വളരെ കൃത്യമാണ്. അത് തന്നെ ഇനിയും ഇവർ ചെയ്യും. ഇനിയും അതൊക്കെ തന്നെ ചെയ്യും. നേരെ മറിച്ച് കസ്തൂരിമന്നെ പോലെയാണ് BJPയുടെ യഥാതഥമായ പ്രവർത്തനത്തിലേക്ക് അവർ വന്നാൽ BJPക്കും നല്ലത്, അവർക്കും നല്ലത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് വരേണ്ടത്. അതിന് പകരം ഇപ്പോൾ നടക്കുന്ന മാരാർജി ഭവൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം BJPയെ വളർത്തും അല്ലെങ്കിൽ തളർത്തും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. കണ്ട കാര്യം, കൺമുന്നിൽ കണ്ട കാര്യം, BJP 3 സീറ്റല്ല, BJPക്ക് 30 സീറ്റ് കേരളത്തിൽ ജയിക്കാമായിരുന്നു. എന്തുകൊണ്ടത് സംഭവിച്ചില്ല? ഈ 30 സീറ്റിൽ BJP എണ്ണം പറഞ്ഞ് ജയിക്കാൻ കഴിയുന്ന 30 സീറ്റ് കേരളത്തിലുണ്ട്. നഗരസഭ ഒരു നഗരസഭ കയ്യിലുണ്ടായിട്ട് ഇവിടെ ജയിച്ചത് 2 സീറ്റാണ്. വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും എന്തുകൊണ്ട് തോറ്റു? തിരുവനന്തപുരത്ത് 100 വോട്ടിനെങ്കിലും ലീഡ് ചെയ്തു BJP ഇടയ്ക്ക്. വട്ടിയൂർക്കാവിൽ അതും സംഭവിച്ചില്ല. എന്താണ് ഇവിടുത്തെ വീഴ്ചകളുടെ കാരണം? ഇതൊക്കെ അന്വേഷിക്കണം, കണ്ടെത്തണം, തിരുത്തണം. അതാണ് BJP ചെയ്യേണ്ടത്. ഇതിൽ കൂടുതലായിട്ട് നമുക്കിതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ട് BJPയുടെ നന്നായിട്ട് ആലോചിച്ച് BJPയുടെ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്ത് കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് പോയാൽ കേരളത്തിൽ BJP ഒരു അനിഷേധ്യ ശക്തിയായി മാറും. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ നേതാക്കളെ, ഇന്നത്തെ നേതാക്കളെ, ഇതും പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരു സംശയവും വേണ്ട, ജനമെടുത്ത് ചവറ്റുകുട്ടയിലെറിയും.